ഹലോ ഗായ്സ്, അങ്ങനെ ഫൈനലി ഒത്തിരി നാളത്തെ പ്ലാനിങ്ങിന് ശേഷം നമ്മുടെ ഫാമിലി ട്രിപ്പ് സക്സസ്ഫുൾ ആയിട്ട് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടു കാണും. നയാഗ്ര ഞാൻ എത്തിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടു കാണും. അപ്പോൾ ശരിയാണ്, നമ്മൾ പോകുന്നത് നയാഗ്രയിലേക്കാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞ ഒരു ഫാമിലി ട്രിപ്പാണ്. അതായത് ഏട്ടൻ ഫാമിലി, കുട്ടായി ഫാമിലി, ചേച്ചി ഫാമിലി, അച്ചായി അമ്മ, പിന്നെ നമ്മുടെ ചിറ്റയുടെ മോൻ അനന്തു. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ആദ്യത്തെ ട്രിപ്പായതുകൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഡുണ്ടമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊരു ഇൻറ്റൻഷനും കൂടി ഉണ്ട് കേട്ടോ ഈ ട്രിപ്പിന് പിന്നിൽ. അപ്പോൾ നമ്മളത് ഈവനിങ് 5 മണിക്ക് എന്തോ ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1 മണി 1:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 2 വണ്ടിയിലായിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. നമുക്ക് മൊത്തത്തിൽ 5 വലിയ ലഗേജുകളുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിലൊക്കെ കുറേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് നമ്മൾ 2 വണ്ടിയിലായിട്ട് നമ്മൾ എയർപോർട്ടിലേക്കുള്ള യാത്ര തിരിച്ചു. എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് നമ്മൾ ഈ വണ്ടി രണ്ടും നമുക്ക് ഡ്രോപ്പ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയത് ഒരു ഹോട്ടലിലേക്കാണ്. ആ ഹോട്ടലിലാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആയിരുന്നു കേട്ടോ. ഇവിടെ ക്ലൈമറ്റൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം സെറ്റായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറുണ്ട് നമ്മുടെ എയർപോർട്ടിലേക്ക്. അപ്പോൾ എയർപോർട്ടിനോടടുത്ത് തന്നെയാണ് ഈ ഹോട്ടൽ. അപ്പോൾ ദാ ഹിൽട്ടൺ ഗാർഡൻ എന്ന് പറഞ്ഞ ഹോട്ടലാണ് കേട്ടോ നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണ ഹോട്ടലിലെത്തിട്ടോ. ഇവിടെ പാർക്ക് ചെയ്തിട്ട് 1 വീക്ക് നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് പോകും അല്ലേ, വരും. അതെ, സെറ്റപ്പ് എന്താണെന്ന് അറിയില്ല. നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പാർക്ക് ചെയ്ത് പോണത്. നമ്മളകത്ത് കയറി ചോദിച്ചിട്ട് വരും. ഇവിടെ ചെറിയൊരു കഫേ പോലെയുണ്ട്. ഫുള്ളൊന്നും കവർ ചെയ്യാൻ പറ്റൂല. സംഭവം എടുത്ത് എന്നിട്ട് നമ്മളീ ഇവിടെ നമുക്ക് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ ഷട്ടിൽ സർവീസിന് 20 മിനിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അതിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് അവരുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പം ഏട്ടൻ്റെ വണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പോവാം. കണ്ടോ, എല്ലാവരും ഇവിടെ ഉണ്ട്. കണ്ടോ ഇത് നമ്മുടെ വണ്ടി വന്ന് ഇതാ എല്ലാവരും ലഗേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. ലഗേജ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏങ്കുട്ടൻ എവിടെ പോവാ? എന്തിനാ പോണേ? അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് നമ്മൾ ലഗേജൊക്കെ ഹോട്ടലിനകത്തേക്ക് കയറ്റുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി 20 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അടുത്ത ഷട്ടിൽ സർവീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിടാമല്ലോ. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ ഓൾറെഡി വണ്ടിയിൽ നിന്ന് ഇറക്കി സെറ്റാക്കി ഇരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് അകത്ത് കയറിയിരിക്കാം. അപ്പോൾ നമ്മൾ അവിടെ ലോബിയിൽ ചെന്നിരിക്കാൻ പോവാണ് ലഗേജൊക്കെ വെച്ചതിന് ശേഷം കേട്ടോ. ഇതാ ഡുണ്ടമ്മേനെ ചേട്ടൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാവരും അകത്തേക്ക് കയറുകയാണ്. വല്യമ്മ യാത്ര ക്ഷീണത്തോടുകൂടി വന്നാകാൻ ചേച്ചി വീണ ചേച്ചി ഇതാ അടുത്ത യൂട്യൂബർ സ്നേഹ വന്നിരിക്കുകയാണ് ഗായ്സ്. സ്നേഹം ഇങ്ങോട്ട് വീഡിയോ എടുക്കുന്നു ഗായ്സ്. കുറച്ച് നേരം നമുക്ക് കട്ട പോസ്റ്റ് ആയിരുന്നു കേട്ടോ അവിടെ. പക്ഷെ ട്രിപ്പ് പോണതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ അതൊക്കെ എന്താ പറയുക
കുഴപ്പമില്ല എന്നുള്ള മൈൻഡായിരുന്നു കേട്ടോ. പിന്നെ വാവയും അയാൻകുട്ടനും തമ്മിലുള്ള കളികൾ അതൊക്കെയായിരുന്നു. പിന്നെ അതാ ഏട്ടനും കുട്ടായി ചേട്ടനൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറി. അപ്പോൾ ചുമ്മാ ഒരു കഥകളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഷട്ടിൽ സർവീസ് ഏകദേശം വരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ടൈമുള്ള കാരണം ഞാനും ഏട്ടനും പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വീണ്ടും നമ്മൾ അകത്തേക്ക് കയറി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതേ അവളും ഓക്കെ ആയിരുന്നു കേട്ടോ. അവൾ വലിയ അലമ്പൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അത് അവർ രണ്ടുപേരുടെ കൂടിയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു ഞാൻ. കൊടുത്തോ അങ്ങനെ വീണ്ടും നമ്മൾ കുറച്ച് നേരം കൂടി കത്തി വെച്ചിരുന്നു കേട്ടോ. അവിടെ എല്ലാവരും എന്താ പറയുക ഒരു ട്രിപ്പ് മോഡലായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവളവിടെ ഇരുന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഷട്ടിൽ സർവീസ് വണ്ടി എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ അങ്കിള് നമുക്ക് പെട്ടിയും ലഗേജുകളൊക്കെ അകത്തേക്ക് കയറ്റി വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളും എടുത്തു വെച്ചു കേട്ടോ. നമുക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മളെടുത്തു. ബാക്കിയൊക്കെ ആ അങ്കിള് നമ്മളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേറെയും പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ലഗേജുകളൊക്കെ അങ്കിളിന് കൊടുക്കുകയാണ്. അപ്പോൾ അങ്കിളാണ് വണ്ടിയുടെ ആ റാക്കിനകത്തേക്ക് എടുത്ത് വെക്കുന്നത്. അതിനുശേഷം വണ്ടി എടുത്തു തുടങ്ങി കേട്ടോ. അപ്പോൾ വണ്ടിയുടെ അകത്ത് നമ്മളെല്ലാവരും ഇരുന്ന് സെറ്റായി. അതാ ചേച്ചി അവളെ എടുത്ത്, അപ്പോൾ അയാൻകുട്ടൻ അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരുടെ മുഖത്ത് ആ സന്തോഷം കണ്ടില്ലേ. നമ്മൾ ആ ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെവലിൽ തന്നെയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ എയർപോർട്ടിലെത്തി. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ നമ്മൾ വീണ്ടും എടുത്ത്, ഈ ലഗേജ് എടുക്കുന്നതാണ് ഏറ്റവും മെയിനായിട്ടുള്ള പണി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ പോണ പോലത്തെ ലഗേജുകളായിരുന്നു. കാരണം ഒരു ട്രിപ്പാകുമ്പോൾ നമുക്കറിയാമല്ലോ കോസ്റ്റ്യൂംസും അത് ഇതൊക്കെ എല്ലാതും എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതനുസരിച്ച് കുറേ ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ലഗേജൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റിൽ ഇൻക്ലൂഡ് ആയിരുന്നില്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ലഗേജൊക്കെ എടുത്ത് ട്രോളിയിൽ ഒരു രണ്ട് ട്രോളിയിൽ നിറച്ച് നമ്മൾ ലഗേജൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അകത്തേക്ക് പോവാണ്. ഓൾറെഡി ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്കിനി ലഗേജ് ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ബാഗൊക്കെ ആ മെഷർമെൻറ്റിൽ കറക്റ്റ് അവരുടെ ആ മെഷർമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആവണം. അപ്പോൾ അതൊക്കെ കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട കുറച്ച് ആൾക്കാരാണിത്. ഏട്ടൻ്റെ ഫ്രണ്ട്സാണ്. ആക്ച്വലി ഈ ചേട്ടനാണ് കേട്ടോ, നമ്മുടെ വാവേനെ എടുത്തിരിക്കുന്ന ചേട്ടനാണ് നമ്മുടെ മെറ്റേണിറ്റി ഷൂട്ടൊക്കെ ചെയ്ത്. അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ കണ്ടു. അവർ നാട്ടിൽ പോവാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പായി തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടുത്തെ ഫുഡ് കോർട്ടിൽ ജസ്റ്റ് സ്നാക്സ് പോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് പോയിട്ടോ. അപ്പോൾ അവരൊക്കെ ഓർഡർ ചെയ്യാൻ പോയി. നമ്മളിവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ബർഗർ, ഒനിയൻ റിങ്സ്, ഫ്രൈസ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത്. ഞാൻ ANWന്ന് ബർഗറാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ നമ്മളിത് അതൊക്കെ കഴിക്കുകയാണ്. എല്ലാവരും ഇരുന്ന് സ്വസ്ഥമായിട്ട് കഴിക്കുകയാണ്. കാരണം നമ്മുടെ ലഗേജ് ഡ്രോപ്പ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ പകുതി പണികൾ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഫ്രീ ആയല്ലോ. മറ്റേത് ലഗേജ് മുന്തി പിടിച്ച പോലെ എളുപ്പമായിരുന്നില്ല. നമുക്കല്ല കേട്ടോ, ഇവരായിരുന്നു മെയിനായിട്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അപ്പം ഞാൻ എന്താ അടിപൊളിയായിട്ട് ബർഗറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടന് ഓർഡർ ചെയ്ത് ഒനിയൻ റിങ്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ്ടൊക്കെ കഥകളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരുടെ തൽക്കാലമായിട്ടുള്ള വിശപ്പൊക്കെ മാറി. അങ്ങനെ നമ്മൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിനി നമുക്ക് ഉള്ളിൽ സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അകത്തേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ ഗേറ്റ് എന്ന് പറയണത് 18 എന്തോ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സെക്യൂരിറ്റി ചെക്കിൻ്റെ ഭാഗത്തുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അവിടേക്ക് പോകുമായിരുന്നു. അപ്പോൾ എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയി സെറ്റായി. നമ്മൾ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഫോട്ടോസ് എടുക്കുന്നു, ചിലരവിടെ ഇരുന്ന് കഥ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് അവിടെ ഇവിടേക്ക് ആയിട്ട് സീറ്റ് കിട്ടിയത്. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. എയർപോർട്ട് അത്യാവശ്യം ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് ഞാനും ഈ പറഞ്ഞ പോലെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു. പിന്നെ എല്ലാവരെയൊക്കെ മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ചേച്ചിയും അയ്യാൻകുട്ടനോടെ ഫ്ലൈറ്റ് കാണാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് എയർപോർട്ടിലെത്തുന്ന വരെയുള്ള വിശേഷങ്ങൾ. ഇതെന്തായാലും ഒരു ലോങ് വീഡിയോ ആയ കാരണം ഞാൻ 2 പാർട്ടായിട്ടാണ് വിടുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയ ശേഷമുള്ള പാട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഭയങ്കര ലോങ് വീഡിയോ ആയിപ്പോവും. അപ്പോൾ നമ്മളെ ഗേറ്റ് ഓപ്പണായി. നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. അത്യാവശ്യം നീണ്ട ക്യൂ ആയിരുന്നു. പ്രയോറിറ്റി ചെക്കിങ്ങും നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ കിട്ടിയിരുന്നില്ല. സാധാരണ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഓൾറെഡി നല്ല ബിസി ആയിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും. പിന്നെ ഇത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അല്ലേ,
അതുകൊണ്ട് തന്നെ നമ്മൾ ക്യൂവിൽ തന്നെ നിന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അപ്പോഴും എല്ലാവരും തകർത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും ബാക്കി ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ ബാക്കി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.